ഗുഡ് മോർണിംഗ്. എന്തുണ്ട് സുഖല്ലേ? വളരെ സുഖം. കണ്ടിട്ടുണ്ട്. പേര് അതന്നെ സുജയ്. ഐ ലൈക്ക് യു വെരി മച്ച് ബിക്കോസ് യുവർ പെർഫോമൻസ് എവറിത്തിങ് ഇൻ ദ TV ഐ ലൈക്ക് സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പോ രാവിലെ ആള് കാണുന്നതിനൊക്കെ TV കാണുന്നതിനെ കഴിഞ്ഞ് സൈസ് ഇല്ലല്ലോ, മെലിഞ്ഞു പോയോ? ഞാനൊരു ഇത്രയും പറഞ്ഞ അയ്യോ ഒന്നും റെക്കോർഡ് ചെയ്യരുത്. അല്ല ഇത് കുഴപ്പമില്ല. ഇനി പറയാൻ പോകുന്നത് അതല്ല അതിന്റെ ഒരു പേഴ്സണൽ കാര്യം. ഞാൻ പിന്നെ പറയാം. അപ്പോ എല്ലാം മനസ്സിലായി. നമ്മൾ ഡിപ്രഷനൊക്കെ പോകും. നമ്മൾ പോസിറ്റീവായിട്ടിരിക്കണം കേട്ടോ, ഉഷാറാവണം. നമ്മളിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് കണ്ടില്ലേ, അതുപോലെ അപ്രതീക്ഷിതമായിട്ട് ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. സങ്കടപ്പെടണ്ട കേട്ടോ. പേരെന്താ ചേട്ടൻ്റെ? ഗോപാലകൃഷ്ണൻ. അടുത്ത താമസം ഉഷാറായിട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ ഒന്ന് ഉഷാറാവും. എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ അല്ല റെക്കോർഡ് ചെയ്യുന്ന അത് വെളിയിൽ തരണ്ടല്ലോ. മനസ്സിലായി. അപ്പോൾ ചേട്ടൻ നടന്നു. അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള മനുഷ്യരെയാണ് പരിചയപ്പെടുന്നത്. സുജയ് ചേച്ചിക്ക് ഒരു ചായ മേടിച്ച് തരണമെന്നോർത്താണ് ഞങ്ങൾ ഇവിടെ നിന്നത്. പക്ഷേ പുള്ളി പൊക്കി അടിച്ചു. ഇനി പേരെ തിരിച്ചാണ്ട് ചായ മാത്രമല്ല ബിരിയാണിയും കൂടി. ഉച്ചയ്ക്ക് എൻ്റെ സ്വന്തം പഴയിടത്തിന്റെ നല്ല ഗംഭീര സദ്യ വിത്ത് പായസം എൻ്റെ റഹീസിന് ഞാൻ തരും. ഇതെന്താ സംഭവം? ആരാണ് എന്താണ്? സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയല്ലോ. അത് ചോദിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. കൊള്ളാലോ, ഉടുപ്പൊക്കെ നല്ല മാച്ചിങ് ആണല്ലോ. ഇങ്ങനത്തെ പാൻസ് എടുക്കാൻ മേലായിരുന്നോ? പേരെന്താ? ഷിജിത്ത്. അഭിരാമി. നമ്മളിപ്പോ അവിടെ ഒരു കല്യാണ പെണ്ണ് അഭിരാമിയെ കണ്ടു. എന്നാ കല്യാണം എന്നാ? ഈ മാസം 19. ഞങ്ങളെ വിളിക്കുന്നില്ലേ? എല്ലാരും വരണം. ഫോട്ടോ എടുക്കുന്ന അതാണ് ഫോട്ടോഗ്രാഫർ. നല്ല ട്രെൻഡി ആണല്ലോ. ഫോട്ടോഗ്രാഫറെ കൂടെ നമുക്കൊന്ന് പരിചയപ്പെടുത്താം. ഓക്കെ, ഫുൾ ടൈം ഉണ്ട്. രേഷ്മ. അപ്പൊ രേഷ്മ, ഈ ഒരു സേവ് ദ ഡേറ്റിൽ എന്താ കൊണ്ടിരുന്ന തീം? അങ്ങനെ പ്രത്യേകിച്ച് നമ്മൾ തീമൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇവരിപ്പോൾ കണ്ണൂരിൽ നിന്ന് വന്നതാണെങ്കിലും അപ്പോൾ നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാനൊരു ടൈമൊന്നും കിട്ടിയിട്ടില്ല. ഇവിടെ നിന്ന് മാറി എടുക്കാനും ടൈമില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കുന്നു. എന്നിട്ട് അതിനെ പിന്നെ അങ്ങ് തീമാക്കി മാറ്റും. അപ്പോൾ ഉഷാറാക്ക് കേട്ടോ. അപ്പോൾ ഹാപ്പി വെഡിങ് ഇൻ അഡ്വാൻസ്. അപ്പോൾ നടക്കട്ടെ, നമുക്ക് അവരുടെ ജോലി തടസ്സപ്പെടുത്തണ്ട. നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. എന്റെ മേക്കപ്പ് ഒക്കെ ഓക്കെ ആണോ ചേച്ചി? പേരെന്താ ചേച്ചി? നീ വിളിക്കാം. ഗോപിക. തിരുവനന്തപുരത്താണോ? എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ മേക്കപ്പ് ഒക്കെ ഗംഭീരാക്കിയോ? ചെറിയൊരു ടച്ചപ്പ് മാത്രം. നമ്മൾ ഒരുപാട് മേക്കപ്പ് ചെയ്യുന്ന ആവശ്യമില്ല. ആരായി പറയുന്നത് പ്രസാദ്? ആരായി പറയുന്നത്? അപ്പോൾ നടക്കട്ടെ, പണി നടക്കട്ടെ, നമ്മൾ തടസ്സപ്പെടുത്തുന്നില്ല. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ മാനവീയം വീതിയിലൂടെ ഇങ്ങനെ നടന്നു പോയാൽ അവിടെ ചായക്കടയില്ല. റഹീസ് എന്നെ പറ്റിച്ചതാണ്. റഹീസിനെ പറ്റിച്ചതായതുകൊണ്ടും അവിടെ ചായക്കടയിൽ നമുക്ക് അങ്ങോട്ടുള്ള വിഷ്വൽസ് കാണിക്കാം. റോഷിബാലും ഒക്കെ എല്ലാവരും അങ്ങോട്ട് ഓരോ കാര്യങ്ങളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയിരിക്കുകയാണ്. പ്രസാദേ, റഹീസേ വരാൻ പറ്റുമോ? ചായക്കടയാണ് എന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. അല്ല, അതാ അവിടെ എന്താ സംഭവം? അവിടെ റഹീസ് എന്തോ ഒപ്പിച്ചിട്ടുണ്ട്. എന്തോ സസ്പെൻസ്. റഹീസ് അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. റിപ്പോർട്ടർ ടീം ടൂറിലാണോ എന്ന് ഹോഡ് ഓഫിൽ ചോദിക്കുന്നു. കുറച്ചൊക്കെ ടൂറിലാണ് അല്ലേടാ? നമ്മളെ ഉഷാറാക്കി ഇങ്ങനെ വേണം ജോലി ചെയ്യാൻ. ജോലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആഘോഷമാണ്, ടൂറാണ്. അതോടൊപ്പം വാർത്തകൾ നമ്മൾ അറിയിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ചായക്ക് ഇത്രയ്ക്ക് ആക്രാന്ത മാർക്കാണ് എന്ന് ചോദിക്കുന്നു. വീഡിയോ ജേർണലിസ്റ്റുകളെ പരിചയപ്പെടുത്താൻ പറയുന്നു. ഇതാണ് നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകൾ. എൻ്റെ വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് ഒളവണ്ണയാണ്. അത് നമുക്ക് മറ്റൊരു ക്യാമറയിൽ കാണിച്ചു കൊടുക്കാം. എനിക്കൊപ്പം ഉള്ളത് വിനീഷ് ഒളവണ്ണയാണ്. ഇതാണ് വിനീഷ് ഒളവണ്ണ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വിനേഷ് ഒളവണ്ണ അല്ലേടാ? വിനേഷ് ഒളവണ്ണ കോഴിക്കോട്ടു നിന്ന് എൻ്റെ കൂടെ വന്നതാണ്. നമ്മുടെ ചങ്കാണ്. ബാക്കിയുള്ള നമ്മുടെ അത് ചങ്കാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ കരളാണ്. അതെ, ഇതെല്ലാം കരളാണ്. പ്രസാദ് അവരെ ഇത് പരിചയപ്പെടുത്തിക്കുക. പേര് പറഞ്ഞു. നന്ദകിഷോർ. ഇന്നത്തെ പാട്ട് ഓർമ്മയില്ലേ? ഒരു വരിയും കൂടെ വേണോ? നന്ദകിഷോർ പാട്ടുകാരൻ. ഒരു വരിയും കൂടെ വേണോ? വേണ്ട, അടുത്ത് കുറച്ച് കഴിയട്ടെ. വിഷ്ണു ML. വീണ്ടും വിഷ്ണു. പ്രസാദ്. ജിനീഷ്. സച്ചിൻ. ഇനിയുണ്ട് നമ്മുടെ പവറായിട്ട് അടുത്തയാള് നമ്മൾ ബിബിൻ. മുഴുവൻ പേര് കേട്ടില്ല. ബിബിൻ ചെങ്കൽ. അപ്പോ ഓക്കെ. അപ്പോ ചെങ്കൽ. അപ്പോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് ഒരു ചെറിയ ഇടവേള എടുക്കാൻ നേരമായിട്ടുണ്ട്. ഇടവേളയ്ക്ക് ശേഷം നമുക്ക് കൂടുതൽ വാർത്തകളിലേക്ക്, വിശേഷങ്ങളിലേക്ക് പോകണം. മാനവീയ വീതിയിൽ നമ്മുടെ റഹീസാണ് ഇന്നത്തെ ടൂർ കോർഡിനേറ്റർ അല്ലേ?